വെൽക്കം ടു ഓൾ. നമുക്ക് പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ടോപ്പ്ഔട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അത് ഫസ്റ്റ് നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു പാർട്ടാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയും. നമുക്കറിയാം അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ്. അവിടെ എന്താണ്, നമ്മൾ കോസ്റ്റ് യൂണിറ്റിലേക്ക് ബോത്ത് ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റ് നമ്മളവിടെ ചാർജ് ചെയ്യും. നമ്മൾ ഫിക്സഡ് കോസ്റ്റ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡിഫറൻസ് വരുത്താറില്ല. അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഫുൾ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ടെക്നിക്ക് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. സോ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് whereby fixed cost as well as variable cost are allotted to കോസ്റ്റ് യൂണിറ്റ്. നമ്മൾ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ഓർഗനൈസേഷൻസ് ഒക്കെ നോർമലി അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്, നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക് പാർട്ടായിട്ട് എന്ത് ചെയ്യും, ഫിക്സഡ് കോസ്റ്റിന് ഒരു പോർഷനും കൂടി എന്ത് ചെയ്യും, നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. ബിക്കോസ് വി ആർ നോട്ട് മേക്കിംഗ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ വാരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ് വൈൽ ചാർജിങ് ടു കോസ്റ്റ് യൂണിറ്റ്സ്. പിന്നെ വേറൊരു ഡിഫറൻറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് എന്താണ്, ലെവൽ ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് എന്ത് ചെയ്യും, ഒരു പീരീഡിൽ നിന്ന് നെക്സ്റ്റ് പീരീഡിലേക്ക് വാരി ചെയ്യും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് ഓവർ ഹെഡിൻ്റെ എക്സിസ്റ്റൻസ് ഉള്ള കാരണം തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് ഓരോ അക്കൗണ്ടിങ് പീരീഡിലും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ദെൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാനേജ്മെൻറ്റിന് ഒരു സെലക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് മിസ് അല്ലെങ്കിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കാനും എന്ത് ചെയ്യുന്നില്ല, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് സഹായിക്കുന്നില്ല. പിന്നെ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ കോസ്റ്റ് പ്ലാൻ ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നില്ല, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നില്ല. സോറി 1 minute. ദെൻ വരുന്നതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. നമ്മുടെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അല്ലെങ്കിൽ ടെൻഡർ, കൊട്ടേഷൻസ് അങ്ങനത്തെ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മളവിടെ ഒരു കോസ്റ്റ് ഡിഫറൻസിയേഷൻ വരുത്തുന്നില്ല. നമ്മൾക്ക് ആ അക്കൗണ്ടിങ് പീരീഡിൽ വന്ന എൻറ്റയർ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, കോസ്റ്റ് യൂണിറ്റിലേക്ക് ചാർജ് ചെയ്യാണ്. പക്ഷേ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ടെക്നിക്കാണ്. ശരിക്കും മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ബൈ 1 യൂണിറ്റ്. അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രമാത്രം ചേഞ്ച് ടോട്ടൽ കോസ്റ്റിൽ വരുന്നു എന്നതാണ് എന്ത്, മാർജിനൽ കോസ്റ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 5000 രൂപയാണ് ഇൻകർ ചെയ്യുന്നത്. 101 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വി വിൽ ഇൻകർ 5040. സോ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ കോസ്റ്റ് ഇൻക്രീസ്ഡ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് 1 യൂണിറ്റ്. അതായത് 5000 മൈനസ് 5040, 40 രൂപയാണ് അഡീഷണൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നത്. 40 അപ്പം എന്ത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ മാർജിനൽ കോസ്റ്റ് എന്നുള്ളത് വാരിയബിൾ കോസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ബിക്കോസ് എന്താണ്, വാരിയബിൾ കോസ്റ്റിൽ മാത്രമാണ് നമ്മുടെ ചേഞ്ച് വരുത്തുന്നുള്ളൂ. ഫിക്സഡ് കോസ്റ്റൊക്കെ ഓൾറെഡി ഇൻകർ ചെയ്തുള്ളൂ. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്, വാരിയബിൾ ഓവർ ഹെഡ് ആണ്. അല്ലെങ്കിൽ പ്രൈം കോസ്റ്റ് പ്ലസ് വാരിയബിൾ ഓവർ ഹെഡ് ആണ് എന്ത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, വി ആർ ഡിഫറൻഷിയേറ്റിംഗ് variable cost and fixed cost and we are charging only variable cost to the കോസ്റ്റ് യൂണിറ്റ്. സോ നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഈ മാർജിനൽ കോസ്റ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദ അസർട്ടൈൻമെൻറ്റ് ബൈ
differentiating between fixed cost and variable cost, of marginal cost and of the effect on profit of change in വോളിയം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട്. സോ നമ്മുടെ കോസ്റ്റ് ഡാറ്റേനെ വാരിയബിൾ കോസ്റ്റായിട്ടും ഫിക്സഡ് കോസ്റ്റായിട്ടും സെപ്പറേറ്റ്ലി പ്രസൻറ്റ് ചെയ്ത് മാനേജറിയൽ ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണെന്ത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് വാരിയബിൾ കോസ്റ്റിംഗ് എന്ന്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് അഡീഷണൽ ടെക്നിക്. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് ആൻഡ് ചാർജിങ് ഓൺലി വാരിയബിൾ കോസ്റ്റ് ടു ദ പ്രൊഡക്ട്സ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. അത് ആക്ച്വലി അതൊരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഒന്നല്ല. എന്താണ്? നമ്മുടെ മാനേജറിയൽ ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ദെൻ എന്താണ്? മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ എല്ലാ കോസ്റ്റുകളെയും ഫിക്സഡ് കോസ്റ്റ് എന്നും വാരിയബിൾ കോസ്റ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുന്നത് വാരിയബിൾ കോസ്റ്റ് മാത്രമാണ്. ദെൻ പിന്നെന്താണ്? ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ആ പീരീഡിലെ പ്രോഫിറ്റിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിലും വാല്യൂ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റ് വെച്ചിട്ടാണ്. ദെൻ വരുന്നത് എന്താണ്? നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ടു എന്തായിരിക്കും? വാരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ദെൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് റവന്യൂ ആൻഡ് വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ് എന്ത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ആ കോൺട്രിബ്യൂഷൻ്റെ ബേസിലാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. ഇനി ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും കുറച്ച് അസംഷനിലൂടെയാണ് നിലനിന്ന് പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഓൾ കോസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്, ഫിക്സഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്. എല്ലാ കോസ്റ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സഡ് കോസ്റ്റ് എന്നും വാരിയബിൾ കോസ്റ്റ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റൻ്റ് അറ്റ് ഓൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഫിക്സഡ് കോസ്റ്റ് എല്ലാ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും കോൺസ്റ്റൻ്റ്. അതായത് ഒരു കമ്പനിക്ക് 1,00,000 രൂപ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ കമ്പനി 100 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 എണ്ണായാലും 10,000 എണ്ണായാണെങ്കിലും എന്തായിരിക്കും? ആ ഫിക്സഡ് കോസ്റ്റ് 1,00,000 തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റൻ്റ് അറ്റ് ഓൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ദെൻ total variable cost vary but the variable cost per unit does not vary. അതായത് നമ്മുടെ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്താണ്? മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 രൂപയാണ് വരുന്നത്. സോ 10,000 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എത്രയായി? 20,000 ആയി. 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എത്രയായി? 40,000. അപ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് വാരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പെർ യൂണിറ്റ് എന്താവുന്നില്ല? ഡസ് നോട്ട് വാരി. അതായത് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻ ചെയ്യും. പിന്നെ വരുന്നത് എല്ലാ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അടുത്തത് പ്രൈസ് ഓഫ് മെറ്റീരിയൽ, റേറ്റ് ഓഫ് ലേബർ, അതൊക്കെ എന്താണ്? റിമൈൻ അൺചേഞ്ച്. ഇനി പിന്നെ വരുന്നത് നമ്മുടെ ആ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആണ്. വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ ഓൺലി ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ കോസ്റ്റ്. പിന്നെ വരുന്നതാണ് എന്ത്? ദർ ഈസ് നോ സ്റ്റോക്ക്. അവിടെ എന്തില്ല? സ്റ്റോക്കിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഈ അസംഷൻസിൻ്റെ ബേസിലാണ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ അസംഷൻസ് പഠിക്കണം. ചിലപ്പോൾ എക്സാമിന് എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് അതിൻ്റെ അസംഷൻസ് എന്നൊക്കെ ചോദിക്കും.
പിന്നെ നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈസി ആൻഡ് സിമ്പിൾ ആണ്. ബിക്കോസ് എന്താണ് അവിടെ ഒരു അപ്പോർച്ച്മെന്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്നും വരുന്നില്ല. വി ജസ്റ്റ് സിംപ്ലി സെപ്പറേറ്റ്ലി ഷോ ദ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്. പിന്നെ എന്താണ് സിമ്പിൾ വാലുവേഷൻ ഓഫ് സ്റ്റോക്ക്. എന്താണ് സ്റ്റോക്ക് നമുക്ക് ഈസി ആയിട്ട് വാല്യൂ ചെയ്യാം. ബിക്കോസ് എന്താണ് മാർജിനൽ കോസ്റ്റ്, അതായത് വാരിയബിൾ കോസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. പിന്നെ അടുത്ത അഡ്വാൻറ്റേജ് എന്താണ് ബെറ്റർ കോസ്റ്റ് കൺട്രോൾ. അതായത് കോസ്റ്റ് കുറച്ചും കൂടിയും എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറ്റും മാർജിനൽ കോസ്റ്റിങ്ങിലൂടെ പറ്റും. ബിക്കോസ് മാർജിനൽ കോസ്റ്റിങ് ടോട്ടൽ കോസ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട് ഫിക്സഡ് കോമ്പോണൻ്റ് എന്നും വാരിയബിൾ കോമ്പോണൻ്റ് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. സോ നമുക്ക് ആ വാരിയബിൾ കോമ്പോണൻറ്റിൻ്റെ മുകളിൽ മാനേജ്മെൻറ്റ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും ആ കൂടുതൽ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും പോസിബിൾ ആക്കാനായിട്ട് പറ്റും. പിന്നെ നോ പ്രോബ്ലം ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. അതായത് ഒരു ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാണ്. സോ അവിടെ ഒരു ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ്റെ കേസില്ല. ബിക്കോസ് ദ എൻറ്റയർ വാരിയബിൾ കോസ്റ്റ് ഈസ് ചാർജ്ഡ് ടു ദ പ്രൊഡക്റ്റ്. പിന്നെ വരുന്നതാണ് എന്ത് അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. വാരിയസ് പ്രൊഡക്റ്റിൻ്റെ കമ്പാരിറ്റീവ് പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യാം കാണിക്കാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് മാറ്റി നിർത്തുന്നത് കാരണം ആ പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്യുന്ന കോസ്റ്റുകൾ മാത്രമായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് കമ്പയർ ചെയ്തിട്ട് പ്രൊഡക്റ്റ് പ്രോഫിറ്റബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്ത അഡ്വാൻറ്റേജ് ആണ് പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം മാർജിനൽ കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്യുന്ന കുറേ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് പ്രോഫിറ്റ് പ്ലാൻ ചെയ്യാനും അത് റിലേറ്റഡ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് എന്താണ് വാരിയബിൾ കോസ്റ്റ് മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. സോ ഫിക്സഡ് കോസ്റ്റ് അവിടെ എന്തായാലും ഇൻകർ ചെയ്യും. സോ ഏത് ഡിസിഷൻസ് മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കണോ സെയിൽസ് മിക്സിൻ്റെ ഡിസിഷൻ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓർ എന്താണ് ഇമ്പോർട്ട് ഡിസിഷൻ അല്ലെങ്കിൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ എന്ത് ചെയ്യും മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നതാണ് എന്ത് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് വളരെ ഹെൽപ്ഫുള്ളാണ്. എസ്പെഷ്യലി നമ്മുടെ റിസഷൻ അതുപോലെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലൊക്കെ അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി വാരിയബിൾ കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ അങ്ങനെയുള്ള കേസുകളിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർജിനൽ കോസ്റ്റിംഗ് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്കറിയാം ഒരു സംഭവത്തിന് അഡ്വാൻറ്റേജ് ഉണ്ടാകുമ്പോൾ ഇറ്റ് വിൽ ഓൾസോ ഹാവ് ഡിസഡ്വാൻറ്റേജസ്. അതിൽ വരുന്നതാണ് എന്ത് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എന്നും വാരിയബിൾ കോസ്റ്റ് എന്നും എല്ലാ കോസ്റ്റിനെയും സെപ്പറേറ്റ് ചെയ്യുക പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സോ ഡിഫിക്കൽട്ട് ഇൻ സെപ്പറേറ്റിംഗ് കോസ്റ്റ്. പിന്നെ ഡിഫിക്കൽട്ട് ഇൻ അപ്ലിക്കേഷൻ, അതായത് കോൺട്രാക്റ്റ് ഷിപ്പ് ബിൽഡിങ് അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂ വളരെ കൂടുതലായിട്ടുള്ള സിറ്റുവേഷനിലൊന്നും എന്തല്ല മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ കുറവാണ്. പിന്നെ നമ്മൾ പറഞ്ഞു അടുത്തൊരു പ്രോബ്ലമാണ് അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്നത് വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിലാണ്. സോ എന്താണ് സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യില്ല. സോ നമ്മുടെ വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒറിജിനൽ വാല്യൂവിനെക്കാട്ടിലും കുറവായിരിക്കും. സോ നമുക്ക് ക്ലോസിങ് സ്റ്റോക്കിന് വല്ല ലോസൊക്കെ സംഭവിച്ചാൽ നമ്മൾ മാർജിനൽ കോസ്റ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഫുൾ വാല്യൂ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. കാരണം വാരിയബിൾ കോസ്റ്റിൻ്റെ ആ വാല്യൂ മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നതെങ്കിൽ. സോ ഇവിടെ ക്ലോസിങ് സ്റ്റോക്കിൻ്റെ അണ്ടർ വാല്യുവേഷൻ ഒരു പ്രശ്നമാണ്. പിന്നെ ഷോർട്ട് റൺ അനാലിസിസ്, അതായത് ഫിക്സഡ് കോസ്റ്റ് ശരിയാണ് ഷോർട്ട് റണ്ണിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻ ചെയ്യുന്നത്. നമ്മുടെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു അസംഷനാണ് എന്ത് ഫിക്സഡ് കോസ്റ്റ് റിമൈൻ ഫോർ ഓൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി. പക്ഷെ എന്താണ് ഫിക്സഡ് കോസ്റ്റ് ഒരുപാട് കാലം കഴിയുമ്പോൾ എന്താണ്
ലോങ് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് വാരി ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് സെല്ലിംഗ് പ്രൈസ്, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ റിമൈൻ അൺചേഞ്ച്ഡ് എന്നാണ് ഇതിൻ്റെ അസംഷൻ. പക്ഷെ അതൊന്നും ലോങ് റണ്ണിൽ പോസിബിൾ അല്ല. സോ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റൺ അനാലിസിസിന് മാത്രമാണ് യൂസ്ഫുൾ ആയിട്ടുള്ളൂ. പിന്നെ വരുന്നത് എന്താണ്? ടൈം ഫാക്ടർ. നമ്മളെന്താണ് ഇത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ടൈം ഫാക്ടർ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നുണ്ട്. സോ രണ്ട് ജോബുകൾ ഡിഫറെൻറ്റ് ടൈമിൽ നടന്ന രണ്ട് ജോബുകളുടെ കോസ്റ്റ് കമ്പയർ ചെയ്യാൻ ഇത് സ്യൂട്ടബിൾ അല്ല. പിന്നെ റോങ് ബേസിസ് ഫോർ പ്രൈസിങ്. നമ്മൾ പറഞ്ഞു സെല്ലിംഗ് പ്രൈസ് കോൺട്രിബ്യൂഷൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നുണ്ട്, മാർജിനൽ കോസ്റ്റിങ്ങിൽ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ചില കേസുകളിൽ എന്താണ് ഈ കോൺട്രിബ്യൂഷനെ മാത്രം ബേസ് ചെയ്യുക എന്നുള്ളത് റിയലിസ്റ്റിക് ആണ്. കാരണം മെഷീനറിയുടെ ഓട്ടോമേഷൻ കാരണം അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സെയിൽസ് പ്രൊമോഷൻ കാരണമൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, സെയിൽസ് വോളിയത്തിൽ ചേഞ്ചുകൾ വരാറുണ്ട്. സോ അങ്ങനെയുള്ള കേസുകളിൽ കോൺട്രിബ്യൂഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് പ്രൈസിങ് കറക്റ്റ് ആവില്ല. പിന്നെ മാർജിനൽ കോസ്റ്റിങ്ങിൽ എപ്പോഴും പ്രൊഡക്ഷൻ ഫംഗ്ഷനേക്കാട്ടിലും കൂടുതൽ സെല്ലിംഗ് ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. നമ്മൾ കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പം അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു എല്ലാ കോസ്റ്റും നമ്മൾ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യും. അത് ഫിക്സഡ് ആണെങ്കിലും വാരിയബിൾ ആണെങ്കിലും വി വിൽ ചാർജ് ഓൾ ദ കോസ്റ്റ് ടു പ്രൊഡക്റ്റ്. പക്ഷെ മാർജിനൽ കോസ്റ്റിങ്ങിൽ എന്താണ്, വാരിയബിൾ കോസ്റ്റ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു ഫിനിഷ്ഡ് സ്റ്റോക്ക് ആണെങ്കിലും വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിലും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യുക, ടോട്ടൽ കോസ്റ്റിലാണ് നമ്മൾ വാല്യൂ, അതായത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വാരിയബിൾ കോസ്റ്റിലാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സും വർക്ക് ഇൻ പ്രോഗ്രസ്സും വാല്യൂ ചെയ്യുന്നത്. പക്ഷെ മാർജിനൽ കോസ്റ്റ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്, മാർജിനൽ കോസ്റ്റിൽ മാത്രം അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റിലാണ് സ്റ്റോക്കും വർക്ക് ഇൻ പ്രോഗ്രസ്സും വാല്യൂ ചെയ്യുന്നത്. പിന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനെ സംബന്ധിച്ച് ഡിസിഷൻ മേക്കിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് ആണ്. അതായത് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഡിസിഷൻ മേക്കിൻ്റെ ആധാരം. പക്ഷെ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ കോൺട്രിബ്യൂഷൻ, അതായത് സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ് ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, എക്സസ് ഓഫ് സെയിൽസ് വാല്യൂ ഓവർ വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഡിസിഷൻസ് എടുക്കുന്നത് കോൺട്രിബ്യൂഷൻ്റെ ബേസിലാണ്, പക്ഷെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ പ്രോഫിറ്റിൻ്റെ ബേസിലാണ്. ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ് എക്സ്റ്റേണൽ റിപ്പോർട്ടിന് സ്യൂട്ടബിൾ. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ റിപ്പോർട്ടിന്, അതായത് ഇൻറ്റേർണൽ മാനേജറൽ ഡിസിഷൻ എടുക്കാനാണ് സ്യൂട്ടബിൾ ആയിട്ട് ഉള്ളത്. ഇവിടെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനെ സംബന്ധിച്ചിട്ട് പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും, കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. പക്ഷെ മാർജിനൽ കോസ്റ്റിങ്ങിലോ എല്ലാ ലെവൽ ഓഫ് പ്രൊഡക്ഷനിലും എന്താണ്, കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം എന്നാണ് നമ്മുടെ അസംഷൻ. പിന്നെ വരുന്നത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മാനേജറൽ ഡിസിഷൻ എടുക്കാൻ യൂസ്ഫുൾ അല്ല, പക്ഷേ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിന് വളരെ യൂസ്ഫുൾ ആണ്. ഉള്ളത് ഡിഗ്രിക്ക് പഠിച്ചതാണ്, അതുകൊണ്ടാണ് മിസ് വേഗം പറഞ്ഞു പോയത്. അപ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്